നമസ്കാരം. തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്ന ആറ്റിങ്ങലിലെ പ്രധാന വേദിയായ ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് എന്റെ പുറകിലായി കാണുന്നത് ഒരു ചെറിയ ക്യാൻറ്റീനാണ്. രോഗബാധിതരായി കഴിയുന്ന കൂട്ടുകാരിക്ക് വേണ്ടി ചികിത്സാ ധനസമാഹരണം നടത്തുകയാണ് ഇവിടെ നിരവധി ഐറ്റംസ്, അതായത് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന നിരവധി ഐറ്റംസ്, അതായത് നാടൻ ഭക്ഷണം ഒക്കെയാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് കാണാം, നമ്മുടെ ഈ സ്കൂളിൽ തന്നെ ആ കൂട്ടുകാരിക്ക് വേണ്ടി മറ്റ് കൂട്ടുകാരികൾ അല്ലെങ്കിൽ സഹപാഠികൾ അവരൊരുക്കിയ ഒരു ഭക്ഷണശാല. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തൊക്കെ വിഭവങ്ങളാണുള്ളത്, ആ കൂട്ടുകാരിക്ക് വേണ്ടി ധനസമാഹരണം എങ്ങനെയാണ് നടത്തുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ധനസഹായമാണ്. ഇവിടെ കുറെ ഫുഡ്സൊക്കെ ഉണ്ട്. മാങ്ങ ഉപ്പിലിട്ട ഐറ്റംസ്, ജ്യൂസസ്, കപ്പ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ 5 ദിവസം നമ്മളെല്ലാവരും SPC NCC എല്ലാവരും ചേർന്ന് ഇപ്പം കുട്ടിക്ക് വേണ്ടി പൈസ ഇപ്പം സമ്പാദിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ചികിത്സാ സൗകര്യാർത്ഥം ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ധനസമാഹരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സ്റ്റാൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ 4 ദിവസം സക്സസ്ഫുൾ ആയിട്ട് കഴിയും. നാളെയും കൂടെ നമ്മുടെ സ്റ്റോൾ ഉണ്ട്, ലാസ്റ്റ് ഡേ ആണ്. നാളെയും നമ്മൾ ഇതെല്ലാം ഈ മെനൂസ് എല്ലാം തന്നുകൊണ്ട് വൈകുന്നേരം വരെ സ്റ്റോൾ എന്തായാലും ഉണ്ടാവും. നല്ലൊരു പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാചകം എല്ലാം ഇവിടെ തന്നെയാണ്, നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളുടെയും കൂടെ സഹായത്താൽ ഇത് വിറ്റഴിക്കുന്ന പ്രക്രിയ നടക്കുകയാണ്. ഐസ്ക്രീമാണ്, അത് കഴിഞ്ഞ് മോരുണ്ട്, കപ്പയുണ്ട്. കപ്പ നല്ല ഡിമാൻഡാണ്. പിന്നെ ഇന്ന് നമ്മുടെ പ്രത്യേക ഐറ്റം ബ്രെഡാണ്, ബ്രെഡ് ടോസ്റ്റ് ആണ്. പിന്നെ ചിക്കൻ കറി, അതുപോലെ തന്നെ ഇടിയപ്പം, നമ്മുടെ അച്ചാർ ഐറ്റംസ്, ഉപ്പിലിട്ട ഐറ്റംസ്, ഇതെല്ലാം വളരെ നല്ലൊരു ഇതായിട്ട് പോകുന്നുണ്ട്. നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു. നാടൻ പലഹാരങ്ങളുണ്ടല്ലോ, ഈ ഇഞ്ചി മുട്ടായി, അങ്ങനെയുള്ള കപ്പലിന്റെ മുട്ടായി, അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് നന്നായിട്ട് ചെലവാകും. പൊരിയുണ്ട, അങ്ങനെയുള്ള ഒരുപാട് താല്പര്യപ്പെട്ട് വരുന്നു. കലോത്സവ നഗരിയിൽ കാഴ്ചകളുടെ വസന്തമൊരുക്കുമ്പോൾ കണ്ണുകൾക്ക് ഇമ്പമുള്ള നൃത്തങ്ങളും ഗാനങ്ങളുമൊക്കെ ഒരുക്കുമ്പോഴും ഒരു വശത്ത് ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും നടക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇതേ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് ചികിത്സാ ധനസമാഹരണത്തിന് വേണ്ടി NSSഉം SPCയും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ കൂട്ടായ്മയോടുകൂടി ഭക്ഷണം ഉണ്ടാക്കിയ ഒരു ക്യാൻറ്റീനിലൂടെ നാടൻ ഭക്ഷണങ്ങളൊക്കെ അത് വിറ്റ് കിട്ടുന്ന ധനം അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ധനം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു മുഖ്യ ലക്ഷ്യം. 1-ാം തീയതി ആരംഭിച്ച കലോത്സവം നാളെ 5-ാം തീയതി കഴിയുമ്പോൾ ഒരു വലിയ ധനസമാഹരണം നടത്തുക എന്നാണ് അവരുടെ ലക്ഷ്യം. കലോത്സവത്തിലെ വിജയികൾക്കൊപ്പം ആ ചികിത്സയ്ക്കായി അല്ലെങ്കിൽ അങ്ങനെ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ കഴിയുന്ന ആ കുട്ടിക്കും എത്രയും വേഗം രോഗം ഭേദമായി നമ്മോടൊപ്പം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.